أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويقولون متى هذا الوعد إن كنتم صادقين. ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون. ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون. قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون. إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1527 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 36-ാമത്തെ അധ്യായമായ സൂറത്തു യാസീനിലെ 48 മുതൽ 53 വരെയുള്ള 6 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويقولون متى هذا الوعد إن كنتم صادقين. ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون. ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون. قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون. إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون. صدق الله العلي العظيم. സൂറത്ത് യാസീനിലെ 48 മുതൽ 53 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ് ഇവിടെ ഈ കാര്യങ്ങളൊക്കെ കേൾപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന ദൗത്യത്തോട് പ്രതികരിച്ചുകൊണ്ട് ഒന്നാമതായിട്ട് തന്നെ പ്രശ്നവൽക്കരിക്കുകയുണ്ടായത് അള്ളാഹുവിന്റെ ഏകത്വം, ദൈവത്തിന്റെ ഏകത്വം എന്ന വിഷയമാണ്. അതിനെ തുടർന്ന് അവര് വിശ്വസിക്കാൻ കൂട്ടാക്കാതെ പ്രശ്നവൽക്കരിച്ചുകൊണ്ട് നിന്ന മറ്റൊരു വിഷയം മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. അള്ളാഹുവിന്റെ ഏകത്വത്തെ ബോധ്യപ്പെടുത്തുന്ന പ്രാപഞ്ചിക സൂചനകൾ പലതും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ എന്ന നിലക്ക് അള്ളാഹു നമ്മൾ പിന്നിട്ട ആയത്തുകളിൽ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് നമുക്ക് കാണാനിടയായി. ഇവിടെ അള്ളാഹു പരിഗണിക്കുന്നത് ഈ രണ്ടാമത്തെ വിഷയം, മരണാനന്തര ജീവിതം എന്നത് ഉൾക്കൊള്ളാൻ സന്നദ്ധരാവാത്ത
ആളുകൾക്ക് രണ്ട് നിലക്കുള്ള മറുപടിയാണ്, രണ്ട് നിലക്കുള്ള പ്രതികരണമാണ് ഇവിടെ നൽകുന്നത്. അതിൽ ഒന്നാമത്തേത് അവരുടെ നിഷേധത്തെ മുഖവിലേക്ക് എടുക്കാതെ തന്നെ എന്താണ് പാരത്രിക ജീവിതം, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ പ്രബോധന ദൗത്യത്തിന്റെ ഭാഗമായി അവരെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മരണാനന്തര ജീവിതം എന്ന് വെച്ചാൽ എന്താണ് എന്നത് വളരെ കൃത്യമായ ഒരു ചിത്രമായിട്ട് ഇവിടെ വരച്ച് കാണിക്കുകയാണ്. എന്താണ്, ഏതു വിധത്തിലാണ്, എങ്ങനെയാണ് അത് സംഭവിക്കാൻ പോകുന്നത് എന്നത്. എന്നാൽ അതിനെ യുക്തിതലത്തിൽ ഉൾക്കൊള്ളാൻ സന്നദ്ധരല്ലാതെ അതിനോട് എതിർപ്പ് കാണിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ആളുകളെ കാര്യം ബോധ്യപ്പെടുത്തുന്നതിന് അതിന്റെ യുക്തിപരമായ ചില കാര്യങ്ങൾ തുടർന്നുള്ള ആയത്തുകളിൽ അല്ലാഹു പങ്കുവെക്കുന്നുണ്ട്. അതിന്റെ മുമ്പായി ഈ വിഷയം എന്താണ് എന്നത് വ്യക്തമാക്കുകയാണ് ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളിലായിട്ട്. ചില ദൃഷ്ടാന്തങ്ങളായിട്ട് മുകളിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഈ പ്രപഞ്ച സാകല്യത്തിന് സമഗ്രമായ ആസൂത്രണം നടത്തുന്ന, അതിന്റെ മുഴുവൻ കാര്യങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഏകനായൊരു സ്രഷ്ടാവ് ഉണ്ടാവുക എന്നത് യുക്തിപരമായ അനിവാര്യതയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നമ്മൾ പിന്നീട് ആയത്തുകളിൽ അള്ളാഹു പരാമർശിക്കുന്നത് കാണുകയുണ്ടായി. അതിനെ തുടർന്ന് ഈ ആളുകളോട്, വിശേഷിച്ച് മക്കയിലെ അഭിസംബോധിതരായ ആളുകളോട് ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ, വരാനിരിക്കുന്ന നാളുകളിൽ വന്നു ചേരാനുള്ള ഏറ്റവും ഭീഷണമായ സംഭവങ്ങളെ ജാഗ്രതയോടുകൂടി നോക്കിക്കാണാൻ ആവശ്യപ്പെടുകയായിരുന്നു ഇന്നലെ നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളിൽ. എന്നാൽ ഈ ആളുകൾ അവരുടെ ഏകദൈവത്വത്തിലുള്ള വിശ്വാസത്തിന്റെ അത് ഉൾക്കൊള്ളാതിരിക്കുന്ന അവരുടെ ആ നിലപാടിന്റെ ഫലമായിട്ട് തന്നെ അവർക്ക് വന്നു ചേർന്നിട്ടുള്ള ഉത്തരവാദിത്വ ബോധമില്ലായ്കയും അധാർമികതയും അതുപോലെ സമൂഹത്തിൽ നന്മയെ ഉയർത്തിപ്പിടിക്കാതിരിക്കുന്ന നിലപാടും ഒക്കെ ആ വിധത്തിലുള്ള സാംസ്കാരികമായ ശുദ്ധിയും അപജയങ്ങളും ഒക്കെ അവർക്ക് സംഭവിച്ച കാര്യമാണ് ഇതിന് തൊട്ടു മുമ്പുള്ള ആയത്തിൽ അള്ളാഹു വ്യക്തമാക്കുകയുണ്ടായത്. അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള വിഭവങ്ങളിൽ നിന്ന് ചെലവഴിക്കാൻ വേണ്ടി അവരോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ യാതൊരു പ്രതിബദ്ധതയും സമൂഹത്തോട് കാണിക്കാത്ത വിധത്തില്, അള്ളാഹു കൊടുക്കാത്തവർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടോ ഇനി നന്നാവാൻ പോണ്, അല്ലെങ്കിൽ അത് അവർക്ക് പ്രയോജനം ചെയ്യാൻ പോകുന്നു, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവർക്കൊക്കെ അവൻ തന്നെ നൽകുമായിരുന്നില്ലേ എന്നൊക്കെയുള്ള വിധത്തിലാണ് അവര് പ്രതികരിക്കുന്നതായിട്ട് തൊട്ടു മുകളിലെ ആയത്തില് അള്ളാഹു പരാമർശിക്കുകയുണ്ടായത്. അതിനെ തുടർന്ന് ഈ വിഷയം, ആഖിറത്ത് എന്ന വിഷയം, മരണാനന്തരം എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന കാര്യം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള സംഗതികളാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള ആയത്തുകളിൽ വരുന്നത്. നമുക്ക് ആ ആയത്തുകൾ വിശദമായിട്ട് പരിശോധിക്കാം. വയഖൂലൂന, ഈ ആളുകൾ ചോദിക്കുന്നു, മതാ ഹാദൽ വാഴ്ദ്, ഈ ഭീഷണിപ്പെടുത്തപ്പെട്ട ഈ സംഗതി ഉണ്ടല്ലോ, ഈ വാഗ്ദാനം, മരണശേഷം പുനരുജ്ജീവിപ്പിക്കപ്പെടാൻ പോകുന്നു എന്ന കാര്യം, എപ്പോഴാണ് അത് സംഭവിക്കാൻ പോകുന്നത്? ഇൻ കുന്തും സ്വാദിഖീൻ, അത് നിങ്ങൾ ഈ പറയുന്നത് ഗൗരവത്തില് ഉത്തരവാദിത്വ ബോധത്തോടു കൂടി സത്യസന്ധമായിട്ടാണ് പറയുന്നതെങ്കിൽ എപ്പോഴാണ് ഈ അന്ത്യനാളും അതിനെ തുടർന്നുള്ള പുനരുത്ഥാനവും ഒക്കെ സംഭവിക്കാൻ പോകുന്നത് എന്നതാണ് ചോദ്യം.
ഓരോരുത്തരും ഓരോ വ്യക്തികളും മരിച്ചു പോകുന്നു എന്നത് അവർ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ആരും നിഷേധിക്കുന്നില്ല. മരണമുണ്ട് എന്നതിനാരും നിഷേധിക്കുന്നില്ല. എന്നാൽ ലോകം മുഴുവനായും നശിപ്പിക്കപ്പെടാൻ ഒരു സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അതിനെ തുടർന്ന് മുഴുവൻ മനുഷ്യരും പുനരുജ്ജീവിപ്പിക്കപ്പെടും, അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടും എന്ന കാര്യം ഉൾക്കൊള്ളാനാണ് അവര് സന്നദ്ധത കാണിക്കാതിരിക്കുന്നത്. അപ്പോ ആ സന്നദ്ധതയില്ലായ്മയുടെ ഭാഗമായിട്ടാണ് അവർ ഈ ചോദ്യം ഉന്നയിക്കുന്നത്. ഇപ്പൊ യഖൂലൂന, അവര് ചോദിക്കുകയാണ്, അവരിങ്ങനെയാണ് പറയുന്നത്, മത്താ ഹാദൽ വാഅദ്, എപ്പോഴാണ് ഈ പുനരുത്ഥാനം എന്ന, ഈ ഉയർത്തെഴുന്നേൽപ്പ് എന്ന സംഗതി, അല്ലെങ്കിൽ അതിന്റെ മുന്നോടിയായിട്ടുള്ള ഈ ലോകാന്ത്യം എന്ന കാര്യം യാഥാർത്ഥ്യമായിട്ട് പുലരാൻ പോകുന്നത്? ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ ഈ പറയുന്നത് സത്യസന്ധമായിട്ടാണ് എങ്കിൽ എപ്പോഴാണ് അത് സംഭവിക്കുക എന്നതാണ് അവരുടെ ചോദ്യം. അതിനുള്ള പ്രതികരണമായിട്ട് പറയപ്പെടുന്ന കാര്യം, മാ യൻളുറൂന ഇല്ലാ സ്വൈഹത്തം വാഹിദ, ഒരു ഘോര ശബ്ദമല്ലാതെ, ഒരു അത്യുഗ്രൻ ഗർജനമല്ലാതെ മറ്റൊന്നുമല്ല അവർ കാത്തു നിൽക്കുന്നത്. ഈ ആളുകൾ ലോകാന്ത്യം എന്ന വിധത്തില് കാത്തു നിൽക്കുന്ന സംഗതി, അവർക്ക് ചോദ്യം കേട്ടാൽ എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഡേറ്റും സമയവും ഒക്കെ പറഞ്ഞു കൊടുത്താൽ അവരതിന് സജ്ജരായി അതിന് തയ്യാറായിക്കൊള്ളും എന്നുള്ള നിലക്കൊന്നുമല്ല. അങ്ങനെ ഒരു സംഗതി തീർത്തും അയഥാർത്ഥമായ കാര്യമാണ്. അതൊരിക്കലും തന്നെ ബുദ്ധിക്കും യുക്തിക്കും നിരക്കുന്നതല്ല. ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല. അതൊക്കെ ഓരോരുത്തര് അവരുടെ ആത്മീയമായ ചൂഷണത്തിനൊക്കെ വേണ്ടിയിട്ട് പറഞ്ഞു ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് എന്നതാണ് അവരുടെ നിലപാട്. അപ്പൊ അള്ളാഹു അതിനെക്കുറിച്ച് നൽകുന്ന പ്രതികരണം ഇതാണ്, മാ യൻളുറൂന ഇല്ലാ സ്വൈഹത്തൻ വാഹിദ, അവര് ഈ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ അവര് പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ അവര് വിശ്വസിക്കാൻ കൂട്ടാക്കാതെ തന്നെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷയമുണ്ടല്ലോ, ഈ ലോകാന്ത്യം എന്ന കാര്യം, ലോകം അവസാനിക്കുകയും പിന്നെ അതിനെ തുടർന്ന് പുനരുത്ഥാനവും ഒക്കെ, ഈ സംഗതി ഇല്ലാ സ്വൈഹത്തം വാഹിദ, ഒരൊറ്റ ഘോര ഗർജനം മാത്രമാണ്, ഒരു വലിയ ശബ്ദമാണ്, അതല്ലാതെ യാതൊന്നുമല്ല. അത് വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന, ഒരു വളരെ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ അതിന് കാത്തു നിൽക്കാത്ത അവസ്ഥയിൽ തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. തഅഖുദുഹും, അത് അവരെ പിടികൂടുന്നു. വഹും യഖ്സിമൂൻ, അവര് പല വിധത്തിലുള്ള തർക്കങ്ങളിലും സംസാരങ്ങളിലും ഒക്കെ ആയിരിക്കുമ്പോൾ, എപ്പോഴാ മനുഷ്യന് തർക്കവും സംസാരവും ഒക്കെ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ അറിയാവുന്നതേ ഉള്ളൂ. ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിലെ പല സാധ്യതകളും കാണുന്നത് കൊണ്ടാണ് മനുഷ്യൻ തർക്കിക്കുന്നത്. അവിടെ ലാഭനഷ്ടങ്ങള്, പല ആസൂത്രണങ്ങള്, കണക്കുകൂട്ടലുകൾ, ഇതൊക്കെയാണ് മനുഷ്യനെ പല വിഷയങ്ങളിലും തർക്കിക്കുന്നവനാക്കി മാറ്റുന്നത്. മിനിറ്റുകൾക്കുള്ളിൽ ലോകാന്ത്യം സംഭവിക്കുന്നു എന്ന കാര്യം അറിയുന്ന ഒരാള് ഒരിക്കലും തന്നെ ജീവിത വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കത്തിൽ ഏർപ്പെടൂല, വിലപേശൂല. കാര്യങ്ങൾ, സാധനങ്ങൾ കൊള്ളക്കൊടുക്ക നടത്തുമ്പോൾ അതിന്റെ കാര്യത്തിൽ വില നിർണയിക്കുന്നതിൽ എന്തെങ്കിലും തർക്കമോ പേശലോ ഒന്നും ഉണ്ടാവില്ല. ഇപ്പോ ലോകാന്തര ബന്ധങ്ങളിൽ തന്നെ ആഗോളതലത്തിൽ നടക്കുന്ന മിക്ക ചർച്ചകളും രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഇതൊന്നും തന്നെ ആ വീറും വാശിയൊന്നുള്ള വിധത്തിൽ ആരും തർക്കത്തിനും സംസാരത്തിനും അല്ലെങ്കിൽ സംവാദത്തിനും ഒന്നും മുതിരൂല. കാരണം അതിനെയൊക്കെ അപ്രസക്തമാക്കുന്ന വിധത്തിലുള്ള ഒരു കാര്യമാണ് സംഭവിക്കാനിരിക്കുന്നത്. അതുകൊണ്ട് അതിലാരും താല്പര്യം കാണിക്കൂല. മറിച്ച് ജീവിതം അനന്തമായി അങ്ങനെ നീണ്ടുപോവുകയാണ്, ലോകം അവസാനിക്കുന്ന ഒരു സാധ്യതയും ഇല്ല, ലോകം അങ്ങനെ നീണ്ടു പോകുന്ന ഒരു സംഗതിയാണ് എന്ന ഒരു ഉപബോധ മനസ്സിലെ ധാരണയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ എല്ലാ തർക്കങ്ങളും, എല്ലാ ചർച്ചകളും, എല്ലാ സംവാദങ്ങളും ഉടലെടുക്കുന്നത് എന്നത് കാണാൻ സാധിക്കും.
അപ്പൊ ഈ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ടല്ലോ, ഈ അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള ഈ ലോകാന്ത്യം, അതും അതിനെ തുടർന്നുള്ള പുനരുത്ഥാനവും, ഈ സംഗതി എപ്പോ സംഭവിക്കും എന്നതാണ് ഇവര് ചോദിക്കുന്നത്. അതിനുള്ള മറുപടി അത് ഒരു ഘോര ഗർജനം മാത്രമാണ്. അപ്രതീക്ഷിതമായിട്ടുണ്ടാവുന്ന ഒരു അതികഠിനമായ ശബ്ദം, അത് മാത്രമാണത്. അതാണ് അവർ കാത്തു നിൽക്കുന്ന ഈ വാഴ്ത് എന്ന് പറയുന്ന സംഗതി. അതുകൊണ്ട് ഉണ്ടാവാൻ പോകുന്ന എന്താണ്? തഅഖുദുഹും, അത് അവരെ പിടികൂടുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ ഓരോരുത്തരും തന്നെ ആ ഘോര ഗർജനത്തിന്റെ പിടിയിൽ അമർന്ന് മരിച്ചു വീഴും. അതാണ് സംഭവിക്കുന്നത്. ഏതവസ്ഥയിലാണത്? വഹും യഹ്സിമൂൻ, അവരാരും അതിനുവേണ്ടി കാത്തിരുന്നവരോ അതുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചവരോ ഒന്നുമല്ല. അതിനെക്കുറിച്ച് ഒരു ആലോചന പോലും ഇല്ലാതെ ദൈനംദിന ജീവിതത്തിന്റെ പല വ്യവഹാരങ്ങളുമായി തർക്കത്തിലും വിലപേശലിലും സംസാരത്തിലും സംവാദത്തിലുമൊക്കെ ആയിട്ട് കഴിയുന്ന ആളുകൾ വളരെ പെട്ടെന്ന് ഈ വളരെ ആകസ്മികമായിട്ട് ഈ ഘോര ശബ്ദം ഉണ്ടാവുന്നതോടെ അതിന്റെ പിടിയിൽ അമരുകയാണ്. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അവര് പറയുന്ന ഈ വാഴ്ത് അതാണ്. മാ യൻളുറൂന ഇല്ലാ സ്വൈഹത്തൻ വാഹിദത്തൻ തഅഖുദുഹും, അത് അവരെ പിടികൂടുന്നു. വഹും യഖ്സിമൂൻ, ഏതവസ്ഥയിലാണ്? അവരിതാ അന്ത്യസമയം വരാൻ പോകുന്നു എന്ന നിലക്ക് കാത്തു നിൽക്കുന്ന ഒരവസ്ഥയിലല്ല, മറിച്ച് ജീവിതം അനന്തമായിട്ട് അങ്ങനെ നീണ്ടുപോവുകയാണ് എന്ന ഉപബോധ മനസ്സിലെ ധാരണ വെച്ചുകൊണ്ട് അവര് ജീവിത വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംസാരത്തിലും തർക്കത്തിലും ഒക്കെ ആയിരിക്കുമ്പോഴാണ് അത് വളരെ ആകസ്മികമായിട്ട് സംഭവിക്കുക. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഫല യസ്തതിഊന തൗസിയത്ത്, എന്തെങ്കിലും ഒരു വസിയത്ത് ചെയ്തു വെച്ച് പോകാം എന്ന് വിചാരിക്കാൻ അവർക്ക് കഴിയില്ല. കാരണം അത് നിമിഷങ്ങൾക്ക് ഉള്ളിലാണ്, അല്ലെങ്കിൽ ഒരൊറ്റ നിമിഷത്തിനകമാണ് ഈ സംഗതി ഉണ്ടാവുന്നത്. എല്ലാവരും മരിച്ചു വീഴുക എന്നത് ആ ഒരു ഘോര ശബ്ദം കേൾക്കുന്ന മാത്രയിൽ തന്നെ എല്ലാവരും മരിച്ചു വീഴുന്ന ഒരു കാര്യമാണ് സംഭവിക്കുക. അപ്പോ ഫലാ യസ്തതിഊന തൗസിയതൻ, അപ്പോ താന് കണ്ണു ചിമ്മുന്നതോടുകൂടി താനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ബാക്കിയുള്ളവർ എന്ത് ചെയ്യണം എന്ന് നിർദ്ദേശിക്കുന്ന എന്തെങ്കിലും ഒരു വസിയത്ത് നടത്താൻ, ഒരു നിർദ്ദേശം ബാക്കിയുള്ളവർക്ക് നൽകാനൊന്നും അവന് സാധിക്കില്ല. ബാക്കിയുള്ളവരും ഉണ്ടാവില്ല, എല്ലാവരും മരിച്ചു വീഴാണ്. പക്ഷെ ഓരോരുത്തരും അവരുടെ കാര്യമല്ലേ അറിയുന്നുള്ളൂ. ഇത് സെക്കൻഡുകൾ കൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ബാക്കിയുള്ളവർ ആരെങ്കിലും ജീവിച്ചിരിക്കുകയോ താനുമായി ബന്ധപ്പെട്ട സംഗതികളുടെ ചുമതല മറ്റാരെങ്കിലും നിർവഹിക്കുകയോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ആലോചിക്കാനോ അല്ലെങ്കിൽ അവരെ ഏൽപ്പിക്കാനോ ഒന്നും ഒരവസരം അവർക്ക് ലഭിക്കുന്നില്ല. അങ്ങനെ അത് ഏറ്റെടുക്കാൻ ആരും ഉണ്ടാവുകയില്ല. അപ്പോ ഫലാ യസ്തതിഊന തൗസിയതൻ, ഒരു തൗസിയത്ത് നടത്താൻ, തൗസിയത്ത് എന്നുള്ളത് വസിയത്ത് എന്ന വാക്കിന്റെ വേറൊരു രൂപമാണ്. എന്തെങ്കിലും ചില ഉപദേശ നിർദ്ദേശങ്ങള്, എന്തെങ്കിലും ചില വസിയത്ത് നിർവഹിക്കാൻ അവർക്ക് ആ സന്ദർഭത്തിൽ സാധിക്കുകയില്ല. വളരെ അപ്രതീക്ഷിതമായിട്ട് ആകസ്മികമായി ഒരു ഘോര ഗർജനത്തിന്റെ ഇമ്പാക്റ്റിൽ എല്ലാവരും മരിച്ചു വീഴുകയാണ് ചെയ്യുക. വലാ ഇല അഹ്ലിഹിം യർജിഊൻ, അവരാരും തന്നെ അവരുടെ കൂട്ടരുടെ അടുക്കലേക്ക്, കുടുംബങ്ങളുടെ അടുക്കലേക്ക് തിരികെ പോകാനും പോകുന്നില്ല. എവിടെയാണോ ഓരോരുത്തരുള്ളത് അവിടെ അങ്ങ് മരിച്ചു വീഴുകയാണ് ചെയ്യുക. എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെ ഒരു നോഷൻ ഉണ്ടാകും. മരണം സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ മുമ്പ് ചില കാര്യങ്ങളൊക്കെ എല്ലാവരെയും പറഞ്ഞ് ഏൽപ്പിച്ച് തീരുമാനമാക്കിയിട്ട് പോകണം എന്നൊരു ആലോചന എല്ലാവർക്കും ഉണ്ടാവും. അവസാനമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് ഏൽപ്പിക്കണം എന്നൊക്കെ. അതുപോലെ ഇപ്പോ നമ്മളൊരു യാത്ര ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങാടിയിൽ കമ്പോളത്തിലൊക്കെ പോയി, അല്ലെങ്കിൽ നമ്മുടെ തൊഴിലിടത്തിലൊക്കെ പോയി ഒക്കെയാണ് നമ്മൾ നിത്യവും കഴിഞ്ഞു പോകുന്നതെങ്കിൽ മരിക്കുന്ന സംഗതി ഉണ്ടാകുകയാണെങ്കിൽ, മരണം സംഭവിക്കുകയാണെങ്കിൽ അതിന് അങ്ങ് വീട്ടിലെത്തിയിട്ടായാൽ തിരക്കിടില്ലായിരുന്നു എന്നുള്ള, നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ ആളുകളുടെ അടുക്കിലേക്ക്
കുടുംബത്തിന്റെ അടുക്കലേക്ക് എത്തിയതിനു ശേഷം എന്നൊക്കെയുള്ള ഒരു നോഷൻ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. വളരെ ബേസിക് ആയിട്ട് മരണം സംഭവിക്കുന്നുവെങ്കിൽ അതിന്റെ മുന്നേ ആയിട്ട് ഈ രണ്ട് സംഗതികൾ സംഭവിക്കണം എന്ന് ആഗ്രഹിക്കാത്ത ആളുകൾ വളരെ അപൂർവമായിരിക്കും. ഒന്ന്, എന്തെങ്കിലുമൊക്കെ ബാക്കിയുള്ളവരെ പറഞ്ഞ് ഏൽപ്പിക്കണം വസീയത്തായിട്ട്. രണ്ടാമത്തത്, സ്വന്തം ആളുകളുടെ അടുക്കൽ വീട്ടില് ഒക്കെ എത്തണം എന്നുള്ള, കുടുംബത്തോടൊപ്പം എത്തണം എന്നുള്ള ഒരു മോഹം ഉണ്ടാവും എല്ലാവർക്കും. അപ്പൊ ഇത് അള്ളാഹുടെ പറയുന്നത് ഫലാ യസ്തതിഊന തൗസിയത, ഒരു വസിയത്ത് നടത്താൻ പോലും അവർക്ക് ആർക്കും കഴിയുകയില്ല. വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ, സ്വന്തം കുടുംബങ്ങളോടൊപ്പം തിരികെ എത്താനും അവർക്ക് സാധിക്കില്ല. അതിനൊന്നും സമയം കിട്ടാത്ത വിധത്തിലാണ് ഈ സ്വൈഹത്ത് കേൾക്കുന്നതോടെ എല്ലാവരും മരിച്ചു വീഴുന്നത്. ഇത് ആദ്യത്തെ ഫേസ് ആണ്. കാഹളത്തിൽ ഊതുന്ന സംഭവം വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ നഫ്ഖത്ത് ഉണ്ടാകുന്നതോടുകൂടി, നഫ്ഖത്തും ഫിസൂർ ഉണ്ടാകുന്നതോടുകൂടി ആ ഘോരഗർജനത്തില് എല്ലാവരും ചേതനയേറ്റു വീഴുകയാണ്. എവിടെയാണോ അവരുണ്ടായിരുന്നത് അവിടെ അങ്ങ് മരിച്ചു വീഴുന്ന ഒരു കാര്യമാണ് സംഭവിക്കുക. പിന്നെ വനുഫിഖ ഫിസൂർ, അതിനെ തുടർന്ന് സൂറില്, കാഹളത്തിൽ വീണ്ടും ബ്ലോ ചെയ്യപ്പെടുകയാണ്, കാഹളത്തിൽ ഊതപ്പെടുകയാണ്. കാഹളം എന്ന് പറയുന്നത് ഒരു സംഗീതോപകരണം പോലെയുള്ള ഒരു വലിയ നീളമുള്ളൊരു സംഗതി മനസ്സിൽ കണ്ടോളൂ. അപ്പോ ബ്ലോ ചെയ്യുന്ന, അതിലേക്ക് നമ്മൾ വായ കൊണ്ട് കാറ്റ് ഊതുന്ന വിധത്തിലുള്ള അത്, അപ്പോ ഒരു വലിയ ശബ്ദം ഉണ്ടാകുന്നു. അങ്ങനെയുള്ള ഒരു ഉപകരണം അങ്ങനെ സങ്കല്പിച്ചാൽ മതി. വനുഫിഖ ഫിസ്സൂർ, അങ്ങനെ കാഹളത്തിൽ വീണ്ടും ഊതപ്പെടുകയാണ്. ഫൈദാഹും, അപ്പോഴതാ മിനൽ അജ്ദാസി, ഈ ആളുകളൊക്കെയും അവരുടെ ശവക്കല്ലറകളിൽ നിന്ന്, കുഴിമാടങ്ങളിൽ നിന്ന്, എവിടെയൊക്കെയാണോ അവർ മറമാടപ്പെട്ട് കിടക്കുന്നത് അല്ലെങ്കിൽ മണ്ണടിഞ്ഞ് കിടക്കുന്നത്, അവിടങ്ങളിൽ നിന്നൊക്കെയായിട്ട് അവര് ഇലാ റബ്ബിഹിം യൻസിലൂൻ, ധൃതിപ്പെട്ട് അവരുടെ റബ്ബിന്റെ മുന്നിലേക്കായിട്ട് അതാ എണീറ്റ് ഓടുന്നു. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ആദ്യത്തെ നഫ്ഖത്ത് ഉണ്ടാകുന്നതോടുകൂടി, കാഹളത്തിലെ നഫ്ഖത്തും ഫിസൂർ അല്ലെങ്കിൽ ഫിസൂർ സംഭവിക്കുന്നതോടുകൂടി എല്ലാവരും മരിച്ചു വീഴുന്നു. അതിനെ തുടർന്ന് വീണ്ടും നഫ്ഖത്തും ഫിസൂർ ഉണ്ടാകുന്നതോടുകൂടി, കാഹളത്തില് ഊതുന്നതോടുകൂടി എല്ലാവരും തന്നെ എവിടെയാണോ അവർ മരിച്ചു കിടന്നിരുന്നത് അല്ലെങ്കിൽ മറമാടപ്പെട്ടിരുന്നത്, എവിടെയാണോ അടക്കം ചെയ്യപ്പെട്ടിരുന്നത്, അവിടെ നിന്ന് എണീറ്റ് ധൃതിപ്പെട്ട് റബ്ബിന്റെ നേരെ, റബ്ബിന്റെ അടുക്കലേക്ക് ഓടുകയാണ്. ധൃതിപ്പെട്ട് ഓടുകയാണ്. ആരും പറഞ്ഞു കൊടുക്കുകയൊന്നും വേണ്ട, അതൊക്കെ പ്രോഗ്രാംഡ് ആണ്. കൃത്യമായിട്ട് ഓരോരുത്തർക്കും കുഴിമാടങ്ങളിൽ നിന്ന് ചാടി എണീറ്റ് ഏത് ദിശയിൽ എങ്ങോട്ട് ഓടണം എന്നതറിയാം. വളരെ കൃത്യമായി പ്രോഗ്രാംഡ് ആയ വിധത്തിലാണ് എല്ലാവരും തന്നെ ധൃതിപ്പെട്ട് റബ്ബിന്റെ വിളി കേട്ട് ഓടുന്നത്. ഈ രണ്ടാമത്തെ നഫ്ഖത്ത് എന്നത് എല്ലാവരും കുഴിമാടങ്ങളിൽ നിന്ന് എണീറ്റ് പുറപ്പെട്ടു വരാൻ വേണ്ടിയുള്ള ദൈവിക നിർദ്ദേശമാണ്. ആ നിർദ്ദേശം കാഹളത്തിൽ ഊതുന്ന, ഇവിടെ പരാമർശിക്കപ്പെട്ട വിധത്തില് ഒരു കമ്മ്യൂണിക്കേഷനാണ് ഈ മരിച്ചുപോയ മറമാടപ്പെട്ട മുഴുവൻ മനുഷ്യർക്കും നൽകപ്പെടുന്ന ഒരു നിർദ്ദേശം. അപ്പോ റബ്ബിന്റെ അടുക്കലേക്കായിട്ട് അവരെല്ലാവരും തന്നെ ധൃതിപ്പെട്ട് ഓടുകയാണ്. അപ്പൊ ആ പോകുന്ന പോക്കിൽ അവര് പറയുന്ന കാര്യം ഇതാണ്: ഖാലൂ, അവര് സ്വയം തീരുമാനിച്ചിട്ട് പോകുന്ന ഒരു സംഗതിയൊന്നുമല്ല. കുഴിമാടങ്ങളിൽ നിന്ന് തലപൊക്കി എണീറ്റ് അവര് പിന്നെ നെട്ടോട്ട് ഓടുകയാണ്. ആ ഓടുന്നത് അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവന്റെ റബ്ബിന്റെ അടുക്കലേക്കുള്ള ആ ദിശയിലേക്കാണ് അവരുടെ ഓട്ടം. എന്നാൽ അവര് എന്താണ് ചെയ്യുന്നത് എന്നത് പോലും അവർക്ക് ബോധ്യം ഉണ്ടാവില്ല. ഖാലൂ, അവരാ ഘട്ടത്തിൽ പറയുക, യാ വൈലന, കഷ്ടം, മൻ ബഅസനാ മിൻ മർഖദിന, ആരാണ് ഞങ്ങളെ
ഞങ്ങളുടെ ഉറക്കയിടങ്ങളിൽ നിന്ന് എണീപ്പിച്ചു കളഞ്ഞത്? ഇതാണ് അവർ ചോദിക്കുക. അപ്പൊ അവര് ഗാഠനിദ്രയിലായിരുന്നു, ആഴത്തിലുള്ള ഒരു ഉറക്കം അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഉറക്കം അത്ര കംഫർട്ടബിൾ ആയ, മനസ്സിന് സമാധാനവും ആശ്വാസവും ഒക്കെ ഉള്ള വിധത്തിലൊന്നും ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. അത് ഓരോരുത്തരുടെയും ജീവിതം പോലെ ഇരിക്കും. അപ്പോ ഈ ഉറക്കത്തിന്റെ, ഈ ഗാഠമായ നിദ്രയുടെ അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ ഉണർത്തി എണീപ്പിച്ചത് ആരാണ് എന്നതാണ് അവർ ചോദിക്കുന്ന ചോദ്യം. മരിച്ചുപോയ കാര്യം പോലും അവരുടെ ബോധത്തിലില്ല. അവര് ഗാഠമായ ഒരു നിദ്രയിലായിരുന്നു. ആ നിദ്രയിൽ ചിലര് ഏറ്റവും ആനന്ദകരമായ ചില സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു, വേറെ ചിലര് ഭീകരമായ, ഭീതിപ്പെടുത്തുന്ന ചില സ്വപ്നങ്ങളില്, അത്തരം സ്വപ്നങ്ങളാൽ വേട്ടയാടപ്പെട്ടുകൊണ്ടാണ് കഴിയുന്നത്. ആ അവസ്ഥയിലാണ് പെട്ടെന്ന് അള്ളാഹു സൂറിൽ ഊതുന്ന ഈ സംഭവം, ഈ പരാമർശിക്കപ്പെട്ട സംഭവം അരങ്ങേറുന്നത്. അതിനെ തുടർന്ന് അവരൊക്കെയും കുഴിമാടങ്ങളിൽ നിന്ന്, അവര് എവിടെയാണോ മരിച്ചു കിടക്കുന്നത് അവിടങ്ങളിൽ നിന്ന് ധൃതിപ്പെട്ട് അള്ളാഹുവിന്റെ ദിശയിലേക്ക്, അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങുകയാണ്. അപ്പോ അവർക്ക് എന്തിനാണ് അവർ ഓടുന്നത്, എങ്ങോട്ടാണ് ഓടുന്നത് എന്നുള്ള ബോധമൊന്നുമില്ല. അതിവേഗതയിൽ അവര് ഓടുകയാണ് എണീറ്റിട്ട്. അങ്ങനെയാണല്ലോ, ഉറക്കത്തില് ഞെട്ടി ഉണർന്നാല് എന്തോ അപകടം പതിയിരിക്കുന്ന, അല്ലെങ്കിൽ അപകടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കണ്ടാൽ ബോധം ഉണരുന്നത് വരെ മനുഷ്യൻ വെപ്രാളപ്പെട്ട് എന്തൊക്കെയോ ചെയ്യും, ഏതെങ്കിലും ദിശയിലേക്കൊക്കെ ഓടുകയൊക്കെ ചെയ്യും, പരക്കം പായുകയൊക്കെ ചെയ്യും. അപ്പൊ ഇവിടെ അവര് ആ ഓട്ടത്തിലാണ്. അപ്പൊ അവര് ചോദിക്കുന്ന ചോദ്യം അത് ഒട്ടും തൃപ്തികരമായ വിധത്തിലല്ല. യാ വൈലന എന്ന് പറഞ്ഞുകൊണ്ടാണ് അവര് ഈ ചോദ്യം ഉന്നയിക്കുന്നത്. യാ വൈലന എന്ന് പറയുന്നത് അവരുടെ ഭയവിഹ്വലത, അസ്വസ്ഥത ഒക്കെ പ്രകടിപ്പിക്കുന്ന വിധത്തിലാണ്. വൈൽ എന്നത് സാധാരണഗതിയിൽ നാശം, ശാപം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാറുള്ളത്. പക്ഷെ ഇവിടെ ഒരു ശാപമാവണമെന്നില്ല. അവരുടെ വെപ്രാളപ്പെടലും ഭയവിഹ്വലതയും ഒക്കെ പ്രകടിപ്പിക്കുന്ന ഒരു വാക്കായിട്ടത് കണ്ടാൽ മതി. അവര് പറയുന്നത് യാ വൈലന മൻ ബഅസന മിൻ മർഖദിന, ഞങ്ങളുടെ ഈ ഉറക്കയിടങ്ങളിൽ നിന്ന്. മർഖദ് എന്ന് പറഞ്ഞാൽ ഉറങ്ങിക്കിടക്കാനുള്ള സ്ഥലം, അതാണ് ഉറങ്ങിക്കിടക്കുന്ന സ്ഥലം. അപ്പൊ അവിടങ്ങളിൽ നിന്ന് ഞങ്ങളെ ഉണർത്തി എണീപ്പിച്ചത് ആരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവര് ഉണർന്നെണീറ്റ് അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ധൃതിപ്പെട്ട് ഓടുക. അപ്പോ അവിടെ കേൾക്കുന്ന ഒരു ഉത്തരം ഇതാണ്: ഹാദാ വഅദന റഹ്മാൻ, കാരുണ്യവാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്ന സംഗതിയാണിത്, അല്ലെങ്കിൽ കാരുണ്യവാൻ താക്കീത് ചെയ്തിട്ടുണ്ടായിരുന്ന സംഗതിയാണിത്. ഇപ്പോ നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യം നേരത്തെ തന്നെ കാരുണ്യവാൻ താക്കീത് ചെയ്ത, വാഗ്ദാനം ചെയ്ത സംഗതിയാണ്. ചിലർക്കത് മോഹനമായ വാഗ്ദാനമാണ്, വേറെ ചിലർക്കത് വളരെ കടുത്ത താക്കീതുമാണ്. എന്തായാലും ഈ വാഴത് നേരത്തെ തന്നെ റഹ്മാൻ നിർവഹിച്ചിട്ടുള്ളതാണ് എന്നാണ് അവർക്ക് മറുപടിയായിട്ട് കേൾക്കാൻ പറ്റുന്നത്. വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലും അള്ളാഹു എന്ന പദത്തിന് പകരമായി ഈ അർ-റഹ്മാൻ എന്ന പദം ഉപയോഗിച്ച കാര്യം ഞാൻ നിങ്ങളുമായിട്ട് പലപ്പോഴും പങ്കുവച്ചിട്ടുണ്ട്. ഇവിടെ ഈ പ്രാഥമികമായ അള്ളാഹു എന്ന നാമത്തിന് ശേഷമുള്ള ഈ വിശേഷണ നാമങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി, ഏറ്റവും അള്ളാഹു എന്ന വാക്കിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്ന വിധത്തിലുള്ള പ്രാധാന്യത്തോടു കൂടി ഉപയോഗിക്കപ്പെടുന്ന പേര് അർ-റഹ്മാൻ എന്നതാണ്. അപ്പൊ ഇവിടെ ഈ ആളുകള് ഉറക്കമുണർന്ന് അങ്ങ് ഓടുകയാണല്ലോ. ആ ഘട്ടത്തില് ആരാണ് ഞങ്ങളെ ഈ ഉറക്ക സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങളെ എണീപ്പിച്ചു കളഞ്ഞത് എന്ന ചോദ്യം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ അവർ കേൾക്കുന്നത് ആദാമ വഅദർ റഹ്മാൻ എന്നാണ്. ഇതാണ് കാരുണ്യവാൻ നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്നത്, അല്ലെങ്കിൽ താക്കീത് ചെയ്തിരുന്ന കാര്യം. നിങ്ങളൊക്കെയും തന്നെ മരണശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്നത്
നിങ്ങൾക്ക് താക്കീതായിട്ടും ഒരു വാഗ്ദാനമായിട്ടും ഒക്കെ അറിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. കാരുണ്യവാനായ റബ്ബ് ഇത് നേരത്തെ തന്നെ നിങ്ങളെ അറിയിച്ചിട്ടുള്ള സംഗതിയാണ്. തുടർന്ന് കേൾക്കുന്നത് വസദഖൽ മുർസലൂൻ, ദൂതന്മാര് സത്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ്. ദൂതന്മാരുടെ അറിവോടുകൂടി തന്നെയാണത്. ദൂതന്മാര് ഈ കാര്യം സത്യപ്പെടുത്തി നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. കാരുണ്യവാൻ വാഗ്ദാനം ചെയ്തിട്ടുള്ളതും ദൂതന്മാർ സത്യസന്ധമായി നിങ്ങളെ അറിയിച്ചിട്ടുള്ളതുമായ കാര്യമാണ് ഇപ്പോ സംഭവിക്കുന്നത് എന്നാണ് അവര് ആ ഘട്ടത്തിൽ കേൾക്കുന്നത്. ആരാണ് ഈ പ്രതികരണം നടത്തുന്നത്, ആരാണിത് പറയുന്നത് എന്നത് ഇവിടെ വ്യക്താക്കപ്പെട്ടിട്ടില്ല. പല വിശദീകരണങ്ങളും അതിന് നൽകപ്പെട്ടിട്ടുണ്ട്. അത് ഒന്ന്, ഈ ആളുകൾ തന്നെ അവരുടെ മനസ്സിൽ അവർക്ക് തോന്നുന്ന ഒരു മറുപടിയായിട്ട് അവരുടെ മനസ്സിൽ തന്നെ അവര് ഒരു ആത്മഗതം എന്ന നിലക്ക് പറയുന്ന ഒരു കാര്യമായിട്ട് വേണമെങ്കിൽ കാണാം. ഒരു തിരിച്ചറിവാണത്. പണ്ട് ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് പ്രവാചകന്മാരും പ്രവാചകന്മാരുടെ പിന്മുറക്കാരും ഒക്കെ നമ്മളോട് പറഞ്ഞിരുന്ന കാര്യം, പടച്ച തമ്പുരാന്റെ വാഗ്ദാനവും താക്കീതും ഒക്കെയായിട്ട് നമ്മൾ അറിയിക്കപ്പെട്ട കാര്യം ഇത് തന്നെയാണല്ലോ എന്ന ഒരു തിരിച്ചറിവ് അവര് ആ സന്ദർഭത്തിൽ അനുഭവിക്കുന്നു. ആ തിരിച്ചറിവ് അവർ ഒരു ആത്മഗതം എന്ന നിലക്ക് അവരോട് തന്നെ പറയുന്നു എന്ന വിധത്തിൽ അതിനെ മനസ്സിലാക്കാം. ഇനി അതല്ലെങ്കിൽ കുഫാറുകളോട് വിശ്വാസികൾ പറയുന്ന വിധത്തിൽ മനസ്സിലാക്കാം. ഈ ആളുകൾ ഓടുന്ന കൂട്ടത്തില് വിശ്വാസികളും അവിശ്വാസികളും ഒക്കെ ഉണ്ടാവുമല്ലോ. ഇതെന്താണെന്ന് മനസ്സിലാവാതെ അവിശ്വാസികൾ ഉന്നയിക്കുന്ന ഈ ചോദ്യത്തിനോടുള്ള പ്രതികരണമായിട്ട് വിശ്വാസികൾ പറയുന്ന ഒരു കാര്യമായിട്ട് അതിനെ കാണാം. കാരുണ്യവാനായ റബ്ബ് നേരത്തെ തന്നെ താക്കീതും വാഗ്ദാനവും ഒക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമാണിത്. ദൂതന്മാര് നമ്മളോട് അത് സത്യസന്ധമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യം അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് വിശ്വാസികള് അവിശ്വാസികളോട് പറയുന്ന വിധത്തിലും മനസ്സിലാക്കാം. ഇനിയും ഒരു സാധ്യതയുള്ളത് ഒരു പക്ഷേ ഇത് ഒരു അശരീരിയായിട്ട് അവര് കേൾക്കുന്നതാവാം. ഒന്നുകിൽ മലക്കുകളോ അല്ലെങ്കിൽ അള്ളാഹു ചുമതലപ്പെടുത്തിയ മറ്റാരെങ്കിലുമോ ഈ കാര്യം വിളിച്ചു പറയുന്നതായിട്ട് അവർ കേൾക്കുകയാണ് എന്ന വിധത്തിലും നമുക്കതിനെ മനസ്സിലാക്കാം. ഇതൊക്കെ സാധ്യതയുള്ള സംഗതിയാണ്. അപ്പൊ പറയുന്ന കാര്യം ചുരുക്കത്തിൽ ഇതാണ്: അതാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. കാരുണ്യവാനായ റബ്ബ് നേരത്തെ വാഗ്ദാനം ചെയ്തിട്ടുള്ള, താക്കീത് ചെയ്തിട്ടുള്ള സംഗതിയാണിത്. ദൂതന്മാരൊക്കെയും സത്യപ്പെടുത്തി പറഞ്ഞിട്ടുള്ളതുമാണിത്. ഇതാണ് അവർ കേൾക്കേണ്ടി വരുന്നത്. എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം, ഈ പാരത്രിക ജീവിതത്തെ നിഷേധിച്ചിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ കേൾക്കേണ്ടി വരുന്നത് അങ്ങേയറ്റം അവരെ നിരായുധരാക്കുന്ന, അവരിൽ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ജീവിതകാലം ഉടനീളം ഏതൊരു കാര്യത്തെയാണോ അവർ നിഷേധിച്ചു കൊണ്ടിരുന്നത് അത് യാഥാർത്ഥ്യമായിരിക്കുന്നു എന്ന കാര്യമാണ് അവര് ബോധ്യപ്പെടുത്തപ്പെടുന്നത്. അത് ഈ ഒരു മുറിപ്പെടുത്തി കൂടാതെ പരിഹസിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന പോലെയുള്ള ഒരു അനുഭവമായിട്ടാണ് അവർക്ക് ആ ഘട്ടത്തിൽ തോന്നുക. ഒന്ന്, അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഷ്കരമായ, പ്രയാസകരമായ ഒരു സംഗതിയാണ്. അത് നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, താക്കീത് നൽകപ്പെട്ട കാര്യം തന്നെയാണെന്ന് പറയുമ്പോൾ അത് അവർക്ക് അതിന്റെ ഇരട്ടി പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു സംഗതിയായിരിക്കും. ആ വിധത്തിലാണ് ഈ പ്രതികരണം വരുന്നത്. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, ഇൻ ഖാനത്ത് ഇല്ലാ സ്വൈഹത്തം വാഹിദ. ആ സംഗതി ഉണ്ടല്ലോ, ഈ ലോകാന്ത്യവും പുനരുത്ഥാനവും. ഇവിടെ പുനരുത്ഥാനമാണ് കൂടുതലും ഊന്നി പറയുന്നത്. അപ്പോ ആ പുനരുത്ഥാനം എന്ന് പറയുന്ന സംഗതി, ഈ സാഴത്ത് എന്ന് പറയുന്ന സംഗതി, ഈ ഖിയാമ് എന്ന് പറയുന്ന കാര്യം, അത് ഇൻ ഖാനത്ത് ഇല്ലാ സ്വൈഹത്തം വാഹിദ. അതൊരു ഘോരഗർജനം മാത്രമാണ്, ഒരു സ്വൈഹത്ത് മാത്രമാണ്, ഒരു അത്യുച്ചത്തിലുള്ള ഒരു ശബ്ദം മാത്രമാണ്. ഒരൊറ്റ തവണ, ഒരുപാടൊന്നുമില്ല. ഒരു വളരെ ലൗഡായിട്ടുള്ള ഒരു ഒരു വിളി, അത് മാത്രമാണത്. അപ്പോ ഫൈദാഹും, അപ്പോ അവരെല്ലാം അതാ ജമീഉൻ,
മുഴുവനായിട്ടും എല്ലാവരും തന്നെ ലദൈന മഹ്ളറൂൻ നമ്മുടെ മുന്നിൽ ഹാജരാക്കപ്പെടുകയുണ്ടായി. ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു നിൽക്കാൻ ആർക്കും കഴിയില്ല. എല്ലാവരും അവിടെ ഹാജരാക്കപ്പെടുകയാണ്. സ്വയം ഹാജരാവുകയല്ല, ഹാലറൂൻ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, മുഹ്ളറൂൻ എന്നാണ്. അഹ്ലറ എന്ന് പറഞ്ഞാൽ ഹാജരാക്കുക, ഒരാളെ അവിടെ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോ എല്ലാവരും സ്വമേധയാ അള്ളാഹുവിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഹാജരാവുന്ന കാര്യമല്ല, മറിച്ച് എല്ലാവരും അവിടെ ഹാജരാക്കപ്പെടുകയാണ്. ആരും ഞാന് ജീവിതകാലത്ത് അള്ളാഹുവിനെ ഗൗനിക്കാതെ ജീവിച്ചിട്ടുള്ള ആളാണ്, അതുകൊണ്ട് ഇപ്പോഴായിട്ട് ഞാൻ പോയി മുഖം കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആർക്കും മാറി നിൽക്കാൻ കഴിയുന്ന വിധത്തിലല്ല. ഉൾമാടങ്ങളിൽ നിന്ന് എണീപ്പിക്കപ്പെടുന്നതോടുകൂടി അവര് തടയാൻ, സ്വയം പോലും നിയന്ത്രിക്കാനോ തടയാനോ മാറി നിൽക്കാനോ കഴിയാത്ത വിധത്തില് ഒരു പ്രത്യേക ദിശയിലേക്ക് ആനയിക്കപ്പെടുകയാണ്. അവരങ്ങോട്ട് കുതിച്ചോടി അവിടെ അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാവുകയാണ്. ഈ ഒരു കാര്യമാണ് ഈ ആളുകൾ നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഴത്തും ഖിയാമത്തും എന്നത് കൊണ്ടൊക്കെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്നാണ് അള്ളാഹു ഇവിടെ വളരെ സംക്ഷിപ്തമായിട്ട് എന്നാൽ വളരെ ഫലപ്രദമായ വിധത്തിൽ വിശദീകരിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ പാരത്രിക ജീവിതത്തെ കുറിച്ച് ഈ ആളുകളോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ അവരതിനോട് ഒരു നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. അത് വിശ്വസിക്കാനോ ഉൾക്കൊള്ളാനോ ഒന്നും അവർ സന്നദ്ധരാവുന്നില്ല. അപ്പൊ അതിന്റെ യുക്തിപരമായ തലം, അത് അനിവാര്യതയാണ്, യുക്തിഭദ്രമാണ് എന്ന കാര്യം അവരെ ബോധ്യപ്പെടുത്തുന്നതിന്റെ മുമ്പായിട്ട് എന്താണ് ഈ സംഭവിക്കാൻ പോകുന്നത് എന്ന വിധത്തില് ഈ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ താക്കീതായിട്ട് അറിയിക്കപ്പെട്ടിട്ടുള്ളത് എന്നത് അള്ളാഹുവിടെ വ്യക്തമാക്കുകയാണ്. തുടർന്നുള്ള ആയത്തുകളില് അങ്ങനെ ഒരു സംഗതി ഉണ്ടാവുക എന്നത് യുക്തിപരമാണോ, സ്വീകാര്യമാണോ, ബുദ്ധിക്ക് ഉൾക്കൊള്ളാവുന്നതാണോ എന്ന കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ചില പ്രതികരണങ്ങൾ, ചില ബുദ്ധിപരമായ തെളിവുകൾ നിരത്തുന്ന കാണാൻ സാധിക്കും. ഇവിടെ അതിന്റെ മുമ്പ് എന്താണ് ഇത് എന്നതാണ് വിവരിക്കപ്പെടുന്നത്. ഈ പുനരുത്ഥാനം, ആഖിറത്ത്, ഖിയാമത്ത്, സാഴത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസുകളിലൂടെ ഈ സംഭവത്തിന്റെ വ്യക്തത, ഈ സംഗതി എങ്ങനെയാണ് എന്നത് വ്യക്തത നൽകുന്നുണ്ട്. ഒരു ഹദീസ് പ്രകാരം ഞാൻ അതിനെ സംക്ഷിപ്തമായിട്ട് അതിന്റെ ആശയം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ജനങ്ങള് തെരുവുകളിലൂടെ അങ്ങനെ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാവുന്നത്. ആളുകൾ ക്രയവിക്രയങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നിച്ചിരുന്ന് പലരും വെടി പറയുന്ന അവസ്ഥയിലാണ്. ആ സന്ദർഭത്തില് ഈ കാഹളത്തിൽ ഊതപ്പെടുന്നു, സൂറിൽ ഊതപ്പെടുന്നു. അപ്പോ വസ്ത്രം വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാള് ആ വസ്ത്രം ഒന്ന് താഴെ വെക്കാൻ പോലും സാധിക്കാതെ മരിച്ചു വീഴുകയാണ്. അതുപോലെ കന്നുകാലികൾക്ക് വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി ഈ അതിനുള്ള ഒരു പാത്രത്തിൽ വെള്ളവുമായിട്ട് പോകുന്ന ആള് അത് ചെയ്യാൻ സാധിക്കാതെ തന്നെ അയാള് മരിച്ചു വീഴുകയാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആള് കയ്യിലെടുത്ത ഭക്ഷണത്തിന്റെ ഉരുള അതൊന്ന് വായിലേക്ക് ഇടാൻ പോലും സമയം കിട്ടാതെ മരിച്ചു വീഴുന്ന ഒരു അനുഭവമാണ്. ഈ വിധത്തിലാണ്, അത്രയും ക്യുക്ക് ആൻഡ് സഡൻ ആയിട്ടാണ് ഈ കാഹളത്തിൽ ഊതുന്ന സംഗതിയോടുകൂടി എല്ലാവരും മരിച്ചു വീഴുക. ഇതാണ് സാഴത്തിന്റെ ലോകാന്ത്യം സംഭവിക്കുന്നതിന്റെ ഒരു ചിത്രം. എങ്ങനെയാണ് അത് ഉണ്ടാവുക എന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. ഇവിടെ നമ്മൾ വായിച്ച ആയത്തുകളോട് വളരെ ചേർച്ചയുള്ള ഒരു വിവരണമാണത്. അപ്പോ യഥാർത്ഥത്തിൽ ഈ ആളുകള് ഈ എപ്പോഴാണ് ഈ ലോകാന്ത്യം അല്ലെങ്കിൽ ഈ വാഗ്ദാനം ചെയ്യപ്പെട്ട ഈ ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവുക എന്നത് അതിന്റെ ഡേറ്റും സമയവും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയല്ല ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ അവരതിൽ വിശ്വസിക്കാൻ സന്നദ്ധരല്ല എന്ന് പറയുന്നതിന്റെ മറ്റൊരു രൂപമാണ് ഈ പറയുന്നത്. ഇപ്പൊ എപ്പോഴാ ഉണ്ടാവുക, എന്നാണ് അത് സംഭവിക്കുക എന്ന ഈ ചോദ്യം. അപ്പോ ഒരുപക്ഷെ ഈ ലോകാന്ത്യം സംഭവിച്ചതിനെ തുടർന്ന് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പ് സംഭവിക്കുന്നതിന് ഇടക്കായിട്ട്
ഒരു ദീർഘമായൊരു കാലമുണ്ടായി എന്ന് വരാം. ഇനി അതല്ലെങ്കിൽ വളരെ കുറഞ്ഞൊരു സമയം മാത്രമേ ഉള്ളൂ. ഉടനെ തന്നെയായിട്ട് എല്ലാവരും ഭൂമിയിൽ ആദ്യത്തെ തലമുറ ആളുകൾ മരിച്ചു വീണത് മുതൽ അവസാനത്തെ തലമുറയിൽ പെട്ട ആളുകൾ മരിച്ചു പോയത് വരെയുള്ള മുഴുവൻ ആളുകളും ഒറ്റയടിക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന വിധത്തില് രണ്ടാമത്തെ കാഹളമൂത്ത് സംഭവിക്കുകയാണ്. അത് ഒരുപക്ഷെ ഉടനെ തന്നെ ആവാം, അല്ലെങ്കിൽ ദീർഘമായ ഒരു കാലം, അല്ലെങ്കിൽ അത്രയൊന്നും ദൈർഘ്യമില്ലാത്തൊരു കാലം, നമുക്കറിയില്ല. അള്ളാഹു അത് വ്യക്തമാക്കിയിട്ടില്ല. അള്ളാഹുവിന്റെ ഇച്ഛയനുസരിച്ച് ഈ രണ്ടാമത്തെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന സംഗതി സംഭവിക്കുന്നു. അപ്പോ ഒരുപക്ഷെ ആയിരക്കണക്കിന് വർഷങ്ങൾ തന്നെ അതിനിടയിൽ കടന്നു പോകുന്നുണ്ടാവും. അതൊന്നും നമ്മൾ അറിയേണ്ടതുമില്ല. ഈ കാഹളത്തിൽ ഊതുന്ന ചുമതല ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മലക്ക് ഇസ്രാഫീൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പം ഇസ്രാഫീലിനെ കുറിച്ചൊരു ഹദീസിൽ പരാമർശിക്കുന്നത്, ഇസ്രാഫീൽ എന്ന മലക്ക് കാഹളത്തില് മുഖം വെച്ചുകൊണ്ട് അങ്ങനെ കാത്തു നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഒരു നിർദ്ദേശം, ഇസ്രാഫീൽ അള്ളാഹുവിന്റെ അർശിന്റെ നേരെ മുഖം തിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഏത് നിമിഷമാണ് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അതിനുള്ള നിർദ്ദേശം ഉണ്ടാവുന്നത്, അപ്പോ അത് നടപ്പിലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി എന്നാണ് ആ ഹദീസ് വ്യക്തമാക്കുന്നത്. 3 നഫ്ഹത്താണ് യഥാർത്ഥത്തിൽ ഹദീസുകളിൽ പരാമർശിക്കപ്പെടുന്നത്. അത് ഒന്നാമത്തത് നഫ്ഹത്തുൽ ഫസർ എന്നാണ് പേര് വിളിക്കപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാവരും പരിഭ്രാന്തരാകുന്ന വിധത്തിലുള്ള, ഭയവിഹ്വലരാകുന്ന വിധത്തിലുള്ള ഒരു കാഹളമൂത്താണ്. ആദ്യത്തെ ഒരു സൈറൺ. ആ സൈറൺ എല്ലാവർക്കും ഭയങ്കര ഞെട്ടലുണ്ടാക്കുകയാണ്. എല്ലാവരും ആകെ വെപ്രാളപ്പെട്ട് വല്ലാത്തൊരു അന്താളിപ്പില് ആവുന്ന ഒരു അനുഭവം. അത് കഴിഞ്ഞ് വൈകാതെ തന്നെ തീർത്തും അപ്രതീക്ഷിതമായിട്ട് തന്നെ രണ്ടാമത്തെ ഊത്ത് സംഭവിക്കുന്നു. അതോടെ എല്ലാവരും മരിച്ചു വീഴുകയാണ്. അതിന് നഫ്ഹത്തു സാഖ് എന്നാണ് പറയാ. നഫ്ഹത്തു സാഖ്, എല്ലാവരും മരിച്ചു വീഴാൻ കാരണമാകുന്ന വിധത്തിലുള്ള കാഹളമൂത്ത്. തുടർന്ന് അള്ളാഹുവാണ് പിന്നെ ബാക്കിയാവുന്നത്. അള്ളാഹു മാത്രമാണ് അവശേഷിക്കുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ തുടർന്നുള്ള ഒരു വിളിയാണ്, ഒരു നിർദ്ദേശമാണ്, അല്ലെങ്കിൽ എല്ലാവരെയും അവരുടെ കുഴിമാടങ്ങളിൽ നിന്ന് എണീറ്റ് വരാൻ പറഞ്ഞുകൊണ്ടുള്ള ഒരു നിർദ്ദേശമാണ് അവിടെ നൽകപ്പെടുന്നത്. അപ്പോ ഈ 3 ഊത്താണ് സംഭവിക്കുന്നത്. അതിന് മൂന്നാമത്തതിന് നഫ്ഹത്തുൽ ഖിയാം ലി റബ്ബിൽ ആലമീൻ എന്നാണ്. അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാകുന്നതിന് വേണ്ടിയുള്ള, അവര് പുനരുത്ഥാനം സംഭവിച്ച എല്ലാവരും അള്ളാഹുവിന്റെ മുന്നിൽ അണിനിരക്കാൻ വേണ്ടിയുള്ള ആ ഊത്താണ്, കാഹളമൂത്ത്. അപ്പൊ എല്ലാവരും, സകലരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും അള്ളാഹുവിന്റെ മുന്നിൽ അവരൊക്കെയും തന്നെ ഹാജരാകുകയും ചെയ്യുന്ന, അതിന് കാരണമാവുന്ന സംഭവം. അപ്പോ ഇവരൊക്കെ തന്നെയും ഒരു നിദ്രയിലായിരുന്ന അവസ്ഥയിൽ നിന്ന് അപ്രതീക്ഷിതമായി ഉണർത്തപ്പെട്ട വിധത്തിലാണ്, ആ വെപ്രാളപ്പെടലൊക്കെ കാണിച്ചുകൊണ്ടാണ് എണീറ്റ് ഓടി വരിക. അപ്പോ പിന്നെ അതിന് തുടർന്ന് അവർ ഈ പറഞ്ഞ കാര്യം ആരാണ് പറഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയുള്ളത്? മം ബഅസനാ മിൻ മർഖദിന എന്ന് ചോദിച്ചതിന് തുടർന്ന് ആദാമ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ എന്ന് അവർ കേൾക്കുന്നുണ്ടല്ലോ. അതിന്റെ 2-3 വ്യത്യസ്തമായ വിശദീകരണങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയുണ്ടായി. അപ്പോ ഈ ആയത്തുകളിലായിട്ട്, ഇന്ന് നമ്മൾ വായിച്ച ആയത്തുകളിലായിട്ട് അള്ളാഹു പുനരുത്ഥാനം എന്നത് എങ്ങനെയാണ് സംഭവിക്കുക എന്നതാണ് വിവരിച്ചു തന്നിട്ടുള്ളത്. അത് യുക്തിപരമായി, ബുദ്ധിപരമായി എങ്ങനെ സ്വീകാര്യമാകും എന്ന ഒരു കാര്യത്തിനുള്ള പ്രതികരണം തുടർന്നുള്ള ചില ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഹിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.